നമ്മളൊരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ സാധാരണ കടയായിക്കോട്ടെ സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ അവിടെ പലതരത്തിലുള്ള സീഡ്സ് നമുക്കിപ്പോൾ കാണാം. അതിൽ പംകിൻ സീഡും സൺഫ്ലവർ സീഡും ചിയാ സീഡും അങ്ങനെ പലതും കാണും. സോഷ്യൽ മീഡിയയിലൊക്കെ പല വീഡിയോകളും കാണുന്നതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ഇതൊക്കെ വാങ്ങിയിട്ട് സ്ഥിരം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട്. അതിലൊന്നാണ് സൂര്യകാന്തി വിത്തുകൾ. അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ തന്നെ സൂര്യകാന്തി വിത്തുകൾ ഒരു ദിവസത്തിൽ നമ്മളൊരളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. സൂര്യകാന്തി വിത്തുകളുടെ ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ നമുക്ക് ദോഷകരമായിട്ട് മാറുന്ന എപ്പോഴാണെന്നും എങ്ങനെയൊക്കെയാണെന്നും കൂടെ നമുക്കൊന്നറിയാം. കാണാൻ ചെറുതാണെങ്കിലും ധാരാളം പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് സൂര്യകാന്തി വിത്തുകൾ. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത് മുതൽ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാൻ വരെ നല്ലതാണ്. ഈ ചെറിയ വിത്തുകൾ ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്ന പോഷകങ്ങളാൽ നിറഞ്ഞതാണ്. ആരോഗ്യകരമായ കൊഴുപ്പുകളും അതുപോലെ തന്നെ ധാരാളം പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒമേഗ-6 ഫാറ്റി ആസിഡുകൾ പോലുള്ള പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ. ഒമേഗ-6 LDL കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും. സൂര്യകാന്തി വിത്തുകളിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് ആരോഗ്യകരമായിട്ടുള്ള BP-യെയും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തെയും പിന്തുണയ്ക്കുന്നു. അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്നാക്സ് ആയിട്ട് സൂര്യകാന്തി വിത്തുകൾ കഴിക്കുന്നത് ഗുണം ചെയ്യും. ധാരാളം പ്രോട്ടീനും ഫൈബറും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പേശികളിലെ കേടുപാടുകൾ മാറ്റാനായിട്ട് നല്ലതാണ് ഈ സൂര്യകാന്തി വിത്തുകൾ. അതുപോലെ ഫൈബർ വയർ നിറയ്ക്കാനും വിശപ്പ് കുറയ്ക്കാനും സഹായിക്കും. ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അമിതമായിട്ട് സ്നാക്സ് കഴിക്കുന്ന ശീലമുള്ളവർക്ക് അത് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല നമുക്ക് അമിതഭാരം നിയന്ത്രിക്കാനും ഇത് നല്ലതാണ്. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് സൂര്യകാന്തി വിത്തുകൾ. വിറ്റമിൻ ഇ, സെലീനിയം എന്നിവ ഉൾപ്പെടെയുള്ള ആന്റി ഓക്സിഡന്റുകൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, വീക്കം എന്നിവ നിയന്ത്രിക്കാനും കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും വിറ്റമിൻ ഇ നമ്മളെ സഹായിക്കും. ഇത് പലപ്പോഴും ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും. നിയാസിൻ, ഫോളേറ്റ്, വിറ്റമിൻ B6 തുടങ്ങിയ ബി വിറ്റമിനുകൾ ഉൾപ്പെടെ അവശ്യ വിറ്റമിനുകളുടെയും മിനറൽസിന്റെയും മികച്ച ഉറവിടമാണ് സൂര്യകാന്തി വിത്തുകൾ. നമ്മുടെ ഭക്ഷണത്തിൽ സൂര്യകാന്തി വിത്തുകൾ ഉൾപ്പെടുത്തുന്നത് ദിവസം മുഴുവനും ശരീരത്തിലെ ഊർജ്ജത്തിന്റെ അളവ് സ്ഥിരമായി നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ ശരീരത്തിൽ പലതരത്തിലുള്ള ഗുണങ്ങൾ നൽകാനും ഇത് മികച്ചതാണ്. തലമുടി കൊഴിയുന്നത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് പതിവായി കഴിക്കുന്നത് ഗുണം ചെയ്യും. കൂടാതെ മുടി വളർച്ചയ്ക്ക് ആവശ്യമുള്ള സിങ്ക്, ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ എന്നിവ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഇതിന് വലിയ പങ്കുണ്ട്. സൂര്യകാന്തി വിത്ത് വിറ്റമിൻ ഇയുടെ കലവറയാണ്. ഇത് മുഖകാന്തി വർദ്ധിപ്പിക്കാനും ഗുണം ചെയ്യും. തിളക്കമുള്ള സ്കിന്ന് നിലനിർത്താൻ സഹായിക്കും. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരും ഡയറ്റിൽ സൂര്യകാന്തി വിത്തുകൾ ഉൾപ്പെടുത്തണം. ഇതിൽ അടങ്ങിയിരിക്കുന്ന സെലിനിയം മാനസികാരോഗ്യം കൈവരിക്കുന്നതിലും വിഷാദം മെച്ചപ്പെടുത്തുന്നതിലും സ്വാധീനം ചെലുത്തും. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നിരവധി പകർച്ചവ്യാധികളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ സൺഫ്ലവർ സീഡ്സിൽ അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വിളർച്ചയെ ചെറുക്കാനായിട്ട് സഹായിക്കും. സൺഫ്ലവർ സീഡ്സ് നമുക്ക് എങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്നും കൂടെ നോക്കാം. ഉണക്കിയിട്ടുള്ള ഫ്രൂട്ട്സ്, നട്ട്സ് എന്നിവയ്ക്കൊപ്പം ചേർത്ത് 4 മണിക്ക് പലഹാരമായിട്ട് നമുക്ക് കഴിക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ പാത്രത്തിലാക്കി സൂക്ഷിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. രാവിലെ ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ അതിനൊപ്പം നമുക്ക് ഈ സൺഫ്ലവർ സീഡ്സ് ചേർത്ത് കഴിക്കാം. ആരോഗ്യകരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. ദീർഘനേരം വിശപ്പില്ലാതിരിക്കാനും അങ്ങനെ നമ്മുടെ അമിതഭാരം കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കും. ഇനി നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് കറികൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇത് നമുക്ക് ചേർക്കാം. പച്ചക്കറികളൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ അതിനൊപ്പം ചേർത്ത് ഇത് ഉപയോഗിക്കാം. നമ്മൾ ബ്രൊക്കോളി, ബീൻസ്, ഉള്ളി മുതലായ പച്ചക്കറികൾക്കൊപ്പം നമുക്ക് ഈ സൂര്യകാന്തി വിത്തുകളും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. പൊരിഞ്ഞ ശേഷം ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്മൂത്തിയോ സാലഡോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനൊപ്പം നമുക്ക് ഈ സൺഫ്ലവർ സീഡ് ആഡ് ചെയ്യാവുന്നതാണ്. പോഷക ഗുണങ്ങൾ വളരെയധികം അടങ്ങിയിട്ടുണ്ടെങ്കിലും ദിവസവും 30 ഗ്രാം മാത്രമേ ഇത് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അമിതമായിട്ട് കഴിക്കുന്നത് ശരീരഭാരം കൂടാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല സൂര്യകാന്തി വിത്തുകളിൽ ധാരാളം കാഡ്മിയം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ കിഡ്നിയെ ദോഷകരമായിട്ട് ബാധിക്കുകയും മറ്റ് ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദിവസവും 30 ഗ്രാമിൽ കൂടുതൽ നമ്മൾ സൂര്യകാന്തി വിത്തുകൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഗുരുതരമായിട്ടുള്ള വൃക്ക തകരാറിന് കാരണമാകും. ഇനി മറ്റൊന്ന്, സൂര്യകാന്തി വിത്തുകൾ കഴിക്കുന്നത് നിയന്ത്രിച്ചില്ലെങ്കിൽ മുഖക്കുരുവിന് കാരണമാകുന്ന ഒരു വിട്ടുമാറാത്ത രോഗമാണ് ആക്സിൻ വൾഗാരിസ് എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ഈ സൺഫ്ലവർ സീഡ്സ് നമുക്ക് പലപ്പോഴും അലർജി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. നീർവീക്കം, വായ്ക്കുള്ളിലെ ചൊറിച്ചിൽ, മുറിവുകൾ, ചർമ്മത്തിലുണ്ടാകുന്ന തിണർപ്പ്, ആസ്മ, ഛർദി അങ്ങനെ പലതരത്തിലുള്ള അലർജികൾ ചിലരിൽ ഉണ്ടാക്കാറുണ്ട്. ഈ സൂര്യകാന്തി വിത്തുകളുടെ പുറമെയുള്ള ഷെല്ലുകൾ അല്ലെങ്കിൽ ആ തോടുകൾ ദഹിപ്പിക്കാൻ നമ്മുടെ കുടലിന് കഴിയാതെ വന്നേക്കാം. അതിനാൽ കുടലിൽ തടസ്സങ്ങൾ ഉണ്ടാകുകയും നമുക്ക് മലബന്ധത്തിന് കാരണമാകുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് ഇനി സൺഫ്ലവർ സീഡ് ഉപയോഗിക്കുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട്, അതായത് ഒരു ദിവസത്തിൽ 30 ഗ്രാമിലധികം സൺഫ്ലവർ സീഡ്സ് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സൺഫ്ലവർ സീഡ് കൊണ്ട് ഗുണങ്ങൾ മാത്രം ഉണ്ടാകുകയും ചെയ്യും. മേൽപ്പറഞ്ഞ ദോഷങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും.